എന്ത് സംഭവിച്ചു അത് ഞങ്ങൾക്ക് സംഭവിച്ചുകൂടെ, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത കോൺടാക്ട്സ് ഒക്കെ യൂസ്ലെസ് ആയിപ്പോയി. കാരണം അവരൊക്കെ ഇതിൽ സഹകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതെല്ലാം എഴുതിയത്. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഇതിനുള്ള അറ്റാച്ച്മെന്റ് പോയി. നമ്മളങ്ങനെ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകും, ഇനി വരാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു കൺസേണിലേക്ക്, ഒരു ഫീലിംഗ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ വരണ്ട നമുക്കെന്നുള്ളൊരു, എന്നെ ഇപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ തിങ്കിങ് എന്നുള്ളത്. അതിപ്പോൾ തിരിച്ചു വരാത്തിടത്തോളം കാലം നോ ഗവൺമെന്റ് വിൽ വോണ്ട് ടു ഇൻവോൾവ് മീ ഇൻ എനിത്തിങ്. ആ ഇക്വേഷൻ വരില്ല. അവരെല്ലാവരും എന്നോട് പറഞ്ഞത് ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾ ആരെയും ഇവിടെ കയറ്റിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ട്. ടൂറിസം പോലെയല്ല ഇതിപ്പോൾ, നമ്മളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് അവർ സൃഷ്ടിച്ചതാണ്. അതിനവർ പറയുകയും ചെയ്തത് ഇന്റലിജൻസ് റെക്കോർഡിംഗ് ഉണ്ട്, അത് നോക്കണം. എന്നിട്ട് ഉമ്മൻചാണ്ടി നോക്കി, എന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. സാറ്, നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോയാൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന്, ഇത് ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റിന് ട്രിഗർ ചെയ്തു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഒരു തർക്കമുണ്ട്. അതിനെ ഡിമോണൈസ് ചെയ്തു എന്നുള്ളതാണ് പ്രധാന കാരണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോമർ വൈസ് ചാൻസലേഴ്സിൻ്റെ ഒരു ഡിക്ലറേഷൻ, ഇത് കമ്മോഡിറ്റൈസേഷനാണ്, കൊമേഴ്ഷ്യലൈസേഷനാണ്, ഇതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം നശിച്ചു പോകുമെന്നുള്ളൊരു ഇത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് പിന്നെ ഈ ഇൻസിഡൻറ്റ് വന്നപ്പോൾ, എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസിഡൻറ്റ് വന്നപ്പോൾ അത് കൂടുതൽ അഗ്രവേറ്റഡായി. അപ്പോൾ അതോടുകൂടി ആ കോൺഫറൻസിൽ നിന്നുണ്ടായ ഗുണമോ അതിൽ നിന്നുണ്ടായ കോൺടാക്റ്റുകളൊക്കെ ഒന്ന് ഡിസപ്പിയർ ചെയ്തു. കാരണം ദിസ് ഹാസ് ടു ബി വൈപ്ഡ് ഓഫ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉണ്ടായത്. അപ്പം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിനൊക്കെ ഒരുപാട് വിലയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കോവളം ഡിക്ലറേഷൻ ഓൺ റിഫോം ഓഫ് എഡ്യൂക്കേഷൻ കേരള, ഓരോന്നും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനൊന്നും ഒട്ടും ശ്രദ്ധ കൊടുക്കാത്തത്, ഇത് നോൺ സ്റ്റാർട്ടറാണ് ഈ കോവളം കോൺഫറൻസ് എന്ന് ഇവിടെ ഉള്ളവർക്കൊരു വിശ്വാസം. അത് പിന്നെ ഗവൺമെൻറ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ വേറൊരു പോളിസി ഉള്ള ഒരു ഗവൺമെൻറ് വന്നു. അതോടുകൂടി ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റിൽ നിന്നുണ്ടാകാവുന്ന ഗുണങ്ങൾ പലതും നമുക്കുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. കംപ്ലീറ്റ്ലി വിസ്മരിക്കപ്പെട്ടു. അതെ, അത് വന്നവരൊക്കെ പറഞ്ഞുകൊണ്ട് പോയത് അവർ ഇതിനെപ്പറ്റിയല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അത് ഞങ്ങൾക്ക് സംഭവിച്ചുകൂടെ, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. നോബഡി ലുക്ക്ഡ് അറ്റ് ക്രിട്ടിക്കലി വാട്ട് ഈസ് ദിസ് കോവളം ഡിക്ലറേഷൻ. അതാരും ഇന്നത്തെ ഗവൺമെൻറ് അത് കണ്ടുവെന്ന് തോന്നുന്നില്ല. പക്ഷേ അവരുടെ പേരിൽ, ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ മീറ്റിൻ്റെ പേരിൽ കേരളത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു റെസൊല്യൂഷൻ പോലെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തു. എല്ലാവരും കൈയടിച്ച് അഡോപ്റ്റ് ചെയ്തതാണ്. റിക്വസ്റ്റ് ദ കേരള ഗവൺമെൻറ് ടു ഡു ABCDEF, സെൻട്രൽ ഗവൺമെൻറ് ടു ഡു, അങ്ങനെ ഒരുപാട് തിങ്കിങ്ങിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു അക്സെപ്റ്റഡ് ഡോക്യുമെൻ്റായിട്ട് വരികയും ആക്ഷൻ ഓറിയൻറ്റഡ് ആവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനെ ഡിസോൺ ചെയ്തു രണ്ടാമത്തെ ഗവൺമെൻറ്. ഞാനത് ഫോർമലായിട്ട് എൻ്റെ സക്സസർക്ക് കൊടുക്കുകയും അദ്ദേഹത്തെ എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും ഇൻ ഹിസ് ഹാർട്ട് ഓഫ് ഹാർട്ട്സ് ഹി ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് വാസ് എ ലെജിറ്റിമേറ്റ് ഡോക്യുമെൻ്റ് ടു ഗോ ബാക്ക്. അതാണ് പറ്റിയത്. അതാണ് ഒരു കോൺസിക്വൻസ് അതിനുണ്ടായി. കാരണം നമ്മുടെ വ്യൂവിൽ തന്നെ ഇതൊരു ലെജിറ്റിമേറ്റ് അല്ല, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ഒരുപാട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു തരത്തിലേക്ക് പോകണം എന്നൊരു ചിന്ത വരെ ഉണ്ടായി വന്നു. പിന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത കോൺടാക്ട്സ് ഒക്കെ യൂസ്ലെസ് ആയിപ്പോയി. കാരണം അവരൊക്കെ ഇതിൽ സഹകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതെല്ലാം എഴുതിയത്. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഇതിനുള്ള അറ്റാച്ച്മെൻറ്റ് പോയി. നമ്മളങ്ങനെ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകും, ഇനി വരാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു കൺസേണിലേക്ക് അറ്റാച്ച്മെന്റിന് അപ്പുറത്തേക്ക് ഒരു ഫീലിംഗ് ഓഫ് ഡിസപ്പോയിൻമെന്റ്. അറ്റ് ദ സെയിം ടൈം വെറുപ്പായി, ഇവിടെ വരണ്ട നമുക്കെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ആ മെറിറ്റ് യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇനി നമ്മളിത് ബിൽഡ് ചെയ്യാനും ഇതേ ആളുകളോട് വരാൻ പറഞ്ഞാൽ അവർ വരികയില്ല എന്നുള്ളതും ശരിയാണ്. അപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നോക്കേണ്ടി വരും. പക്ഷേ അതിനൊരു എഫർട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വെദർ ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് അനദർ global education meet, we don't even know what the maybe or 4 or 5 years later we can try again. അതിന് സാറ് തന്നെ നേതൃത്വം കൊടുക്കണം. അതെല്ലാം പൊളിറ്റിക്കൽ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക. പക്ഷെ അവിടെയുള്ള പ്രോബ്ലം, ഈ എന്നെ ഇപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ തിങ്കിങ് എന്നുള്ളതാണ്. അതിപ്പോൾ തിരിച്ചു വരാത്തിടത്തോളം കാലം നോ ഗവൺമെൻറ് വിൽ വോണ്ട് ടു ഇൻവോൾവ് മീ ഇൻ എനിത്തിങ്. സോ ആ ഇക്വേഷൻ വരില്ല.
സാർ ഒരു എഡ്യൂക്കേഷനിസ്റ്റ്, ഒരു വിഷനറി ഇൻ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നത് സമൂഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പൊളിറ്റിക്കൽ ഒരു യു ടേണിൻ്റെ മാത്രം പ്രശ്നമാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കാലാനുസൃതമായി എടുത്തു എന്ന് പറയുന്നത് അതിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായി കണ്ടുകൂടെ? അല്ല, ഒരു യൂണിവേഴ്സിറ്റിയെങ്കിലും വന്നാൽ റിമെമ്പർ ദാറ്റ് ദിസ് എ കോൺട്രിബ്യൂഷൻ. പക്ഷേ വരുമോ എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ്. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തു, ഇത്രയും 70-ലധികം യൂണിവേഴ്സിറ്റികളെ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഇവൻറ്റിന് വന്നു. ഈ പറയുന്ന ഒരു 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 ടെററൈസിങ് സിറ്റുവേഷൻ ഉണ്ടായി. അതിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്, അല്ലെ അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അവരുടെ മനസ്സിൽ. അതുമായിട്ട് അവർ തിരിച്ചു പോയപ്പോൾ ഈ ഗ്ലോബൽ ഫ്രട്ടേണിറ്റിയിൽ അവർ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. അതെ, കേരള ആസ് എഡ്യൂക്കേഷൻ കേരള. അതെ, അതിനെപ്പറ്റി സാറിന് അതൊന്ന് അല്ല തന്നെയാണ് എനിക്കുണ്ടായ. അവരെല്ലാവരും എന്നോട് പറഞ്ഞത് പകുതി തമാശയായിട്ടാണെങ്കിലും ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആരും ഇത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഞാനും അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ടേം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവർക്കൊരു താങ്ക്സ് ലെറ്റർ അയച്ചു എന്നല്ലാതെ ഫോളോ അപ്പ് ചെയ്യണമെന്ന്. കാരണം അറ്റ്മോസ്ഫിയർ മാറിയില്ല മുഴുവനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവനായി നഷ്ടപ്പെട്ടു. അടുത്ത ഗവൺമെൻറ് ഈ ഗവൺമെൻറ് തന്നെ ആയിരുന്നു തുടർന്നിരുന്നെങ്കിൽ അവരിതൊക്കെ പിക്കപ്പ് ചെയ്യുമായിരുന്നു. സപ്പോസ് ഐ വാസ് കണ്ടിന്യൂയിങ് ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഡിക്ലറേഷൻസൊക്കെ നമുക്കത് എക്സ്പെരിമെൻ്റ് ചെയ്യാമായിരുന്നു. ആ യൂണിവേഴ്സിറ്റികളോട് കോപ്പറേറ്റ് ചെയ്യാമായിരുന്നു. അപ്പം ആ ടേം, ആ റിഫോം പീരിയഡിലുണ്ടായ നല്ല കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇത് മാത്രമേ നടന്നുള്ളൂ എന്നാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വേറൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും തെറ്റായത്. 16 റിപ്പോർട്ടുകൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം വർക്കുകൾ ഞങ്ങൾ ചെയ്തു എന്നുള്ളത് വിസ്മരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ആദ്യം മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നും വന്നില്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ചെയ്യാമെന്നുള്ളതൊക്കെ ഒരു പ്രൊമോഷണൽ കാര്യങ്ങൾ ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. കേരള ടൂറിസം ചെയ്യുന്നത് പോലെ ടൂറിസം പോലെ തന്നെ എഡ്യൂക്കേഷനും ഒരു ഡെസ്റ്റിനേഷനാണ് കേരളം. അത് ഹബ്ബാണെന്ന് പറയുമെങ്കിലും ഉടനെ ഈ ഹബ്ബ് എങ്ങനെ വരും, നിങ്ങൾ ആരെയും ഇവിടെ കയറ്റിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ടല്ലോ. ടൂറിസം പോലെയല്ല ഇതിപ്പോൾ നമ്മളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇതിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് റീബിൽഡ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടി വരും. പ്രൊമോഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആക്ച്വലി വിദേശത്ത് നിന്ന് വരണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വിദേശത്ത് നിന്ന് നമ്മളിപ്പോൾ കണക്കാക്കുന്നില്ല. എൻ്റെ വ്യൂവിൽ ഇപ്പോൾ ഈ 20 ഓട്ടോണമസ് കോളേജുകൾ ഉണ്ടായതിൽ ഒരു 10 എണ്ണത്തിനെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ അദാനിയോ അംബാനിയോ കാത്തിരിക്കുന്നതിന് പകരം മാർ കോളേജ്, ലെറ്റ് ഇറ്റ് ബി എ യൂണിവേഴ്സിറ്റി, ഓർ SB കോളേജ്, ഓർ രാജഗിരി, ഇതൊക്കെ പെട്ടെന്ന് യൂണിവേഴ്സിറ്റീസ് ആക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുകയല്ലാതെ, പക്ഷെ അത് അവരുടെ ഉദ്ദേശം അതാണെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഉദ്ദേശം പുറത്തു നിന്ന് വലിയ ആളുകൾ വരണം എന്നുള്ളതാണ്. ആ വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പല യൂണിവേഴ്സിറ്റീസും. അത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അതിനെ നമുക്ക് കാണിക്കാൻ പറ്റും. അതെ, പക്ഷേ ആളുകൾ വരണം എന്നുള്ളതാണ്. ആക്ച്വൽ ഉണ്ടാകണമല്ലോ. അവരൊരു എക്സ്പ്ലോറേഷൻ നടത്തും. ഇവിടെ കുട്ടികളില്ല എന്നുള്ള പ്രശ്നം വരുന്നു. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനെല്ലാം മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആരാണ് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുക? അവരൊരു കാർ മാനുഫാക്ചറിങ്ങിലേക്ക് പോകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോകാം എന്ന് വിചാരിക്കില്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ ഈ 10 കൊല്ലം കഴിഞ്ഞിട്ടും അത് മാറിയിട്ടില്ല. കാരണം ഈ പ്രോപ്പഗൻഡ കണ്ടിന്യൂഡ് ബൈ ദി പ്രസൻറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ ഈ സാറിൻ്റെ ഈ ആ ഒരു ഇൻസിഡൻറ്റിനകത്ത് പോലും സാറാണത് ട്രിഗർ ചെയ്തത് എന്ന രീതിയിലൊരു പ്രചാരം വരുന്നുണ്ട്. അതെന്താണ് അന്ന് യഥാർത്ഥത്തിൽ നടന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ച്വൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് സാർ ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും. ഈ ആദ്യത്തെ ട്രിഗർ ചെയ്തത് ഈ വൈസ് ചാൻസലേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതൊരു പൊതുവെ ഉണ്ടായിരുന്ന ഒരു സെൻറ്റിമെൻറ്റിനെ അത് ശക്തിപ്പെടുത്തി. കാരണം ഇത് എന്തോ നമുക്ക് നല്ലതല്ല എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടായി. അതിന് ഞാൻ മറുപടി അതിന് ഇമ്പാക്റ്റ് ഉണ്ടായില്ല. ഇതൊരു ഈവിളാണെന്നുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. പക്ഷേ അത് ഉണ്ടായപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ അംഗീകരിച്ച് വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറ്റൻഡൻസിൽ പ്രോബ്ലം ഇല്ലായിരുന്നു. ഓർഗനൈസേഷനിൽ ഓൾസോ വി ആർ വെരി വെരി പെർഫെക്റ്റ്. അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷേ ഇത് സംഭവിച്ചത് ഇനോഗറൽ ഡേയിലാണ്. അപ്പോൾ ഇനോഗറൽ ഡേയിൽ ആ എക്സൈറ്റ്മെൻറ്റ് പോയി. അപ്പോൾ ഞാൻ 15 മിനിറ്റ് അവിടെ എത്തി, ഇനോഗ്രേറ്റ് ചെയ്തു. മന്ത്രി അപ്പോഴും ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇല്ലാത്തത്
എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തതെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്നത്തെ കുറച്ച് വോളറ്റൈൽ ആയിരുന്നതുകൊണ്ട് അതിനോട് ആട്രിബ്യൂട്ട് ചെയ്തത്, അല്ലാതെ ഇതിനോട് ബന്ധപ്പെട്ടതാണെന്നല്ല ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ഇതുകൊണ്ട്, അതുകൊണ്ട് മന്ത്രിമാർക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തത്. അതൊരു ഇഷ്യൂ ആയി മാറിയില്ല. പക്ഷേ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ എന്തിനാണ് അത് ഇൻവോൾവ് ചെയ്യേണ്ടതെന്നുള്ളൊരു നാച്ചുറൽ ചിന്താഗതി അവിടെ വന്നു. അപ്പോൾ ഇനി അതൊരു ബിൽഡ് ചെയ്ത് വരണമെങ്കിൽ വളരെയധികം ഇപ്പോൾ ഈ ബില്ല് പബ്ലിസൈസ് ചെയ്യുക, ഇത്ര ജനറസ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇതിലുള്ളതെന്ന് കാണിച്ചു കൊടുക്കുക, ഇവിടെ വിദ്യാർത്ഥികളെല്ലാവരും പോയിട്ടില്ല ഇവിടെ കാണും എന്നൊക്കെ ഒരു ഇൻറ്റൻസ് എഡ്യൂക്കേഷണൽ പ്രോസസ്സ് വേണ്ടി വരും ഈ നമുക്ക് ആവശ്യത്തിനുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇവിടെ വരണമെങ്കിൽ. അപ്പോൾ അതിപ്പോൾ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലോട് കോളേജുകളോട് വലിയ ഡിമാൻഡ് വെക്കാതെ 25 കോടിയോ അല്ലെങ്കിൽ 50 കോടിയോ വെക്കണമെന്ന് പറയാതെ അവരുടെ വിതിൻ ലെജിറ്റിമേറ്റ് മീൻസ് ക്യാൻ വി ദേ ടേൺ ദം ടു എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് വർക്ക് ഇഫക്റ്റീവ്ലി എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഈ പറയുന്ന എൻട്രി ബാരിയറുകൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഈ ഓട്ടോണമസ് കോളേജുകൾക്ക് വെച്ചുകൊണ്ട് അവരെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ആൾ വന്നത് അത് വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുമല്ലോ. പക്ഷെ അതിപ്പോൾ അവർക്ക് ദേ മേ ബി ഹാപ്പി ദാറ്റ് ദേ ആർ നോട്ട് കമ്മിങ്, അങ്ങനെ ഒരു വരാം. പക്ഷെ പലരും വന്ന് ഇവരുമായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഇത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്ന്. പക്ഷെ ഗവൺമെൻറ് സോഴ്സസ് പറയുന്ന പലരും ഓൾറെഡി വോളണ്ടിയർ ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് എന്നാണ് പറയുന്നത്. വൻപന്മാർ വരുന്നു എന്നാണ്. സാറ് ഈ അറ്റാക്ക് സാറിന് നേരെ ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് ട്രിഗർ ചെയ്തത് സാറ് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടാണ്, സാറ് അബ്യൂസ് ചെയ്തു എന്നൊക്കെയാണ് അലിഗേഷൻസ് വന്നത്. ആ ഒരു 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 ആ മൊമെൻറ്റിൽ എന്താണ് സാറിൻ്റെ ഒരു 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 എന്താ പറയുന്നത്, അന്ന് ആ ഒരു അറ്റാക്ക് ചെയ്ത ആൾ, അയാളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അയാൾ അതിനുശേഷം സാറിനെ കണ്ടോ, സാറ് അയാളോട് ക്ഷമിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു സാർ ഒരു ഇല്ല, ഞാൻ അതിനകത്തേക്ക് നടന്നു പോയത് പോലീസുകാർ പറഞ്ഞിട്ടാണ്, വേറെ റൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പലരും എൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ഇവരുടെ ഇടയിൽ കൂടെയാണ് പോയത്. പക്ഷെ അവരൊന്നും ആരും റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവരവിടെ എന്നെ കാത്തു നിന്ന പോലെ ആയിരുന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് പോലീസുകാരോട് ചോദിച്ചവർ പറഞ്ഞു ഇവരെ പോയിക്കുള്ളൂ, എല്ലാവരും ഇവിടെ കൂടെയാണ് പോകുന്നത്, അവർ മാറിത്തരും എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി ചെന്നത്. അപ്പോഴാണ് എൻ്റെ പേരാരോ വിളിച്ചു. അപ്പോൾ അവരിങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ, അത് പിന്നെ ബാക്കിയെല്ലാം വീഡിയോയിലുണ്ടല്ലോ, എല്ലാവരും എന്നെ ഇങ്ങനെ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, മുദ്രാവാക്യം ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ ഒരാൾ, അയാളായിരുന്നു എനിക്കറിയില്ല, ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല അയാളെ. അയാളിങ്ങനെ കഴുത്തിൽ തോളത്ത് കൈവിട്ട് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് ഞാനെന്തോ പറഞ്ഞതാണ്. പക്ഷെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം എനിക്ക് യാതൊരു ക്ഷോഭവും ഉണ്ടായിരുന്നില്ല, ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഞാനൊരു ചീത്ത പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നുള്ള വളരെ ക്ലിയറാണ്. അപ്പോൾ അത് പിന്നീട് അവർ സൃഷ്ടിച്ചതാണ്. 1-2 ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് വാക്ക് ഉപയോഗിച്ചു. അതിനവർ പറയുകയും ചെയ്തത് അതിൽ ഇൻ്റലിജൻസ് റെക്കോർഡിംഗ് ഉണ്ട്, അത് നോക്കണം എന്നൊക്കെ ആയി. എന്നിട്ട് ഉമ്മൻചാണ്ടി നോക്കി, എന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, അദ്ദേഹം അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഐ തോട്ട് ഇറ്റ് വാസ് ഡെഡ് ദെയർ. അതിപ്പോൾ അവർ നൗ ദേ ആർ ഇൻ എ ബൈൻഡ് അല്ലേ, അവർ അതേ യൂണിവേഴ്സിറ്റി സൃഷ്ടിക്കുന്നു ഇത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്? അത് അപ്പോൾ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നില്ല, അത് ഓർഗനൈസ്ഡ് ആയിരുന്നില്ല, പ്രൊവോക്ഡ് ബൈ മീ എന്നാക്കുന്നത് അവരുടെ ഒരു പുതിയ ക്യാപ്സ്യൂൾ എന്നേ കാണാൻ പറ്റുള്ളൂ. അതെത്ര ഇപ്പം നമ്മൾ റിയാക്ഷൻ നോക്കിയാൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇറ്റ് എനിവേ. ആ വ്യക്തിയെ പിന്നീട് സാറ് കണ്ടിട്ടില്ല. ഞാൻ പബ്ലിക്കായിട്ടൊരു പറഞ്ഞോളൂ, ഞാൻ പരാതി ഒന്നും കൊടുത്തില്ല. അവർ പറഞ്ഞ് പരാതി എഴുതാൻ പറഞ്ഞ് ഞാൻ കൊടുത്തില്ല. അവർ FIR അവർ തന്നെ എഴുതുകയായിരുന്നു, പരാതി എഴുതില്ല. അതുപോലെ പോലീസുകാരെ ഡിസ്മിസ് ചെയ്യാനൊരു തീരുമാനം എടുത്തു കേരള ഗവൺമെൻറ്, 1-2 മാസം എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അവർ ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരെന്താ ചെയ്ത്, അവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എപ്പോഴും. പക്ഷേ എൻ്റെ വശത്തു നിന്ന് ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഈ പോലീസുകാരെ ഡിസ്മിസ് ചെയ്യുന്നുള്ള ഇതിനെ ഞാൻ എതിർത്ത് പറയുകയും ചെയ്തു. അത് കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഈ ബിറ്റർനെസ് അല്ല, ഒരു ഡിസപ്പോയിൻമെൻ്റാണ് ഉണ്ടായത്. അപ്പോൾ അത് പിന്നെ ഒന്ന് ഐ വാസ് നോട്ട് ഫിസിക്കലി ഹേർട്ട്, അതൊരു നല്ല കാര്യമല്ലേ. ഇപ്പോൾ സംതിങ് ഇഫ് മൈ ബോൺ വാസ് ബ്രോക്കൺ മേ ബി ഐ വുഡ് ഹാവ് ബീൻ മോർ ബിറ്റർ. ഇത് ഞാൻ എണീച്ച് നടന്നു പോയി, അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല.
സോ ഐ സെഡ് വി ക്യാൻ ഫർഗെറ്റ് ദിസ് ഇൻസിഡൻറ്റ് എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്കുള്ളത്. So I think that's a big investment for the future. We should be thankful for that, what do you call, unfortunate event. Yeah, well, that's the general sentiment. I don't think even now the political leaders are saying this should not have happened. എന്ന് അവരും പറയുന്നുണ്ട്. ഈ ട്രിഗർ ചെയ്തു എന്ന് അവർ സമ്മതിക്കുന്നിടത്തോളം പറയുന്നെങ്കിൽ പോലും ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ എന്നാണ് എല്ലാ ലീഡേഴ്സും പറയുന്നത്. അത് കേരള സമൂഹം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതെ അതെ. സാറ് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, വിദ്യാഭ്യാസത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന രീതിയിൽ IFS കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സാറ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് ഞാനന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സർവീസിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടീച്ചിങ് തുടരാമായിരുന്നു. അതൊക്കെ ഹയർ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അതിൻ്റെ ഒരു ആഗ്രഹം പോലെ ആയിരുന്നു. ആ സമയത്ത് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം ഐ ലൈക്ക് ടീച്ചിങ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഒരു ഇനിയുള്ള സാധ്യത, അത് അങ്ങനെ ഒരു കാര്യത്തെ പറ്റി നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്യാം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് ഉണ്ടായില്ല എങ്കിലും അത് ഇപ്പോഴും ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫോംഡ്. അതിൻ്റെ കാരണം വെച്ചാൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആർ ദയർ. ഇപ്പോൾ IAS ഉണ്ടായി കഴിഞ്ഞാൽ അത് അക്കാഡമിക്സിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂല എന്നുള്ളൊരു ഇത്. ഇപ്പോൾ ഈ ഡയറക്റ്റ് റിക്രൂട്ട്സും അല്ലാത്തവരുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. അപ്പം ടീച്ചേഴ്സിന് ഇതൊരു IAS എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ ബോസസ് ആവും. അതുകൊണ്ട് അതിനെ എതിർക്കുകയാണ് അവർ ചെയ്യുന്നത്, ടീച്ചേഴ്സ് യൂണിയൻസുമൊക്കെ. അതുകൊണ്ടാണ് ഗവൺമെൻറ് അത് ചെയ്യാത്തത്. അതിനൊരു റീസൺ ഉണ്ട്, അത് വേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ സ്ട്രക്ചറൽ ഇതിൽ ഒരു പുതിയ ഗ്രൂപ്പിനെ കൊണ്ടുവരുമ്പോൾ, ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വന്നില്ല, അപ്പോഴും അതൊരു ഡിസ്റപ്ഷൻ ഉണ്ടായി. അപ്പോൾ ആ ഡിസ്റപ്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരതിനെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു സമയത്ത് അത് വരും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഈ ലേബർ യൂണിയൻ കൈൻഡ് ഓഫ് അപ്രോച്ച് ഉണ്ടല്ലോ, സീനിയോറിറ്റി, സെക്യൂരിറ്റി, അത് എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിലൊരു ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് അത് ഇപ്പോഴും ചെയ്യാത്തത്. അത് പക്ഷേ വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിടുക്കന്മാരായിട്ടുള്ളവരെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയിട്ട് IAS പോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് എ പേഴ്സൺ ഇമോഷണലി ആൻഡ് ഓൾസോ ബൈ പോപ്പുലർ ഇംപ്രഷൻ. അപ്പോൾ അതിന് എഡ്യൂക്കേഷൻ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കറൻറ്റ് സിറ്റുവേഷനിൽ അത് ഡിസ്റപ്ഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് അത് ഗവൺമെൻറ് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ IAS ഏറ്റവും കൂടുതൽ ഒരു ഇത്തരത്തിലുള്ള NEP അല്ലെങ്കിൽ NCF 2023 ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് വരുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സമയം ഇപ്പോൾ 10-15 വർഷമാണ്. അതെ, തീർച്ചയായിട്ടും IAS അവിടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. കാരണം അവർ ഡെഡിക്കേറ്റഡ് ടു എഡ്യൂക്കേഷൻ റിഫോംസ് അല്ലെങ്കിൽ അതിൽ വരുത്തേണ്ട ഇന്നോവേഷൻ ഇത്തരത്തിൽ. അപ്പോൾ ഈ സ്പീഡ് ഓഫ് ചേഞ്ച് അത് കൊണ്ടുവരുന്നതിന് ഇങ്ങനെ ഒരു സർവീസ് അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു. കാരണം അക്കാഡമിക്സിന് വിട്ടുകൊടുത്താൽ പറയില്ല. അക്കാഡമിക്സ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ അക്കാഡമിക്സ്. പക്ഷേ അവർക്കൊരു എന്താണ് ഒരു ആംബിഷൻ ഉണ്ടല്ലോ, അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകണം. നമുക്കും ഒരു ചാൻസ് ഹെഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ നമ്മൾ മുഴുവനായിട്ട് അംഗീകരിക്കുകയുള്ളൂ. ചിന്മയാനന്ദ സ്വാമി പറയായിരുന്നു, ഇപ്പോൾ ഒരു കാറ്റിൽ ഗ്രൂപ്പിൽ അവർക്കറിയാം ദേ വിൽ നെവർ ബി എ മാനേജർ. അപ്പോൾ മാനേജർ അവർക്ക് കാറ്റിൽ മുഴുവൻ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു വിചാരിച്ചോളൂ, അവർക്കൊരിക്കൽ മാനേജർ ആകാം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ദേ വിൽ ബി മോർ റെസ്പോൺസിബിൾ എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ. അവർക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് നാച്ചുറൽ തിങ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തെ മാറ്റുന്നതിനുള്ള ഇപ്പം നടക്കുന്നതിനപ്പുറം സാറിൻ്റെ ഒരു മേ ബി വിഷൻ 2047, വികസിത് ഭാരത് 2047 ഒക്കെ ചുവട് പിടിച്ച് ചോദിച്ചാൽ കേരളം 2047 ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനായി മാറാൻ ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യണമെന്ന് സാറ് വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ? 20 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടതാണെന്ന്. എപ്പോഴാണ് ഒരു മരം വയ്ക്കാനുള്ള ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ 20 കൊല്ലം മുമ്പായിരുന്നതാണ്. കാരണം ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്കൊന്നും കിട്ടാൻ പാടില്ല. അപ്പോൾ അതുപോലെയാണ് ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നുന്നത്, നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2047 നോക്കുമ്പോൾ ഒരു വിഷനുണ്ട്. എഡ്യൂക്കേഷൻ പോളിസിയിലൊരു നല്ല വിഷനുണ്ടല്ലോ.
അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അത് എത്തിച്ചേരാവുന്നതാണ്. കാരണം അന്നേരം കൂടുതൽ ഇൻട്രാക്ഷൻ വിത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ സിസ്റ്റം മാറും, നമ്മുടെ കോമ്പറ്റീറ്റീവ് ആവും. അതുപോലെ ടെക്നോളജി മാറും. അപ്പോൾ അതെല്ലാം ഉണ്ടാകുമ്പോൾ അത് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് സമയമുണ്ട് താനും. അപ്പോൾ അതിനുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റി നമുക്കുണ്ട്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇൻവെസ്റ്റ്മെൻറ്റുമാണ് വേണ്ടി വരുന്നത്. അതുപോലെ ഫണ്ടമെൻ്റൽ ബേസിക് സയൻസിൽ നമ്മൾ നന്നാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പലരും ഫോറിൻ്റെ നിന്നിപ്പോൾ വരുന്നവരൊക്കെ കളരിപ്പായിട്ടും മോഹിനിയാട്ടമൊക്കെ പഠിക്കാനാണ് വരുന്നത്. ഫിസിക്സ് പഠിക്കാൻ വരില്ലല്ലോ. അതെ അതെ. അപ്പോൾ ഫിസിക്സിന് ഇവർക്കൊരു നോബൽ പ്രൈസ് പോലും ഇല്ല, പിന്നെ ഇന്ത്യയിൽ പോകണമെന്ന്. അപ്പോൾ ആ ഗ്രാജുവലായിട്ട് ആ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുകയും അതിനൊരു നല്ല ഇമേജ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴേ നമുക്ക് ഈ വെളിയിൽ നിന്നുള്ള ഈ ഹബ്ബാകാനും വെളിയിൽ നിന്നുള്ള കുട്ടികൾ വരാനും ഒക്കെ സാധ്യമാകുള്ളൂ. ഈ റിസർച്ച് അതേപോലെ തന്നെ ഒരു R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിനെ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ടെക്നോളജിയുടെ റിസർച്ചിലൊക്കെ ഫണ്ടമെൻ്റൽ സയൻസിൽ എന്നതുപോലെ തന്നെ ആ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ റിയൽ ലൈഫ് എന്ന് പറയുന്നതാണ് ടെക്നോളജി. അപ്പോൾ ടെക്നോളജിയിൽ R&Dയിലും ഒക്കെ എന്തുകൊണ്ടാണ് കേരളം പിമ്പോട്ട് പോയത്? കാരണം കെൽട്രോൺ പോലുള്ള ഒരു അല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലെയുള്ള ഒരു ഡ്രൈവ് ഉണ്ടായിട്ടും നമുക്ക് പിന്നോട്ട് പോയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് 20 വർഷം കൂടി എടുക്കും. അപ്പോൾ ഈ 2047 നമ്മൾ ഈ എൻവിഷൻ ചെയ്യുന്ന വിഷൻ അച്ചീവബിൾ ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു സ്പീഡിൽ പോയാൽ. ഇല്ല, അച്ചീവബിൾ ആണ്. പക്ഷേ അത് കുറേ കൂടി ഡ്രാസ്റ്റിക് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സ്കീം ഉണ്ടാവണം. ഇപ്പം നമ്മൾ ചെയ്ത വർക്കൊക്കെ ഇപ്പോൾ ഇത് മറന്ന് ഇറേസ് ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ന്യൂ വിഷൻ somebody has to create and generate it and then apply it with this additional possibility of private universities and more investment. ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ ഒരു വലിയ ഇഷ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ അത് വരികയാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ആ പണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ നയൻ ഈസ് മൈൻ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് മണി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ്സ് പോസിബിൾ. നോബൽ പ്രൈസ് ഇന്ത്യയിൽ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ എത്ര യൂണിവേഴ്സിറ്റികൾക്ക് നോബൽ ലോറേറ്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ ഡിസ്കഷൻസിൽ ഉണ്ടാവാറുണ്ട്. ഒന്നുപോലും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അമേരിക്കയിൽ പോയവർക്കും ഖുറാനെ ആയാലും there are several people who have got the Nobel Prize, but nobody has got it here. കാരണം ആ ഫണ്ടമെൻ്റൽ റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കില്ല, അതിനുള്ള ഗൈഡൻസും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റിസോഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ടാഗോറിനാണ് അവസാനം കിട്ടിയത് നോബൽ പ്രൈസ്, അത് ലിറ്ററേച്ചറിനാണ് കിട്ടിയത്. അതും ബിക്കോസ് ഹി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ഹിംസെൽഫ്. ഇപ്പം നോബൽ പ്രൈസിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ MT വാസുദേവൻ നായർക്കൊക്കെ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ എല്ലാം വർക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിലാക്കിയെങ്കിലേ അവരെ കൺസിഡർ ചെയ്യുള്ളൂ. അതിനുള്ള ശ്രമങ്ങളൊക്കെ പലരും നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്തു വരുമ്പോഴത്തേക്ക് MT വാസുദേവൻ നായർ പോയി, പിന്നെ മരിച്ചവർക്ക് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഒരു ലിവിങ് ഓഥറിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു കൺസെൻസസ് നമുക്കുണ്ടെങ്കിൽ ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്ലോബൽ ബെഞ്ച് മാർക്കിലൊരു നോബൽ പ്രൈസ് കിട്ടിയ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ എത്ര നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് ഇരിക്കുമ്പോൾ ഇതിനുള്ള റിസോഴ്സും ഇതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകളും ഡെവലപ്പ് ചെയ്യണം. അവിടെ ഒരു സ്ട്രക്ചറൽ ആയിട്ടൊരു ഇന്റർവെൻഷൻ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും വേണം. ആ ഒരു അവയർനെസ്സും വേണം, അതിനൊരു യൂണിറ്റിയും വേണം. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ ഉടനെ എൻ്റെ പേരും കൂടെ എഴുതണം എന്ന് പറയുന്ന ആ സിസ്റ്റം അല്ലല്ലോ ഇതിൽ വരുന്നത്. കാരണം അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരാളെ ബിൽഡ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ ഒരു ഫിക്സ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, എവിടെയാണിത് പ്രൂവ് ചെയ്യുന്നതെന്നൊക്കെ, അതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മളതെല്ലാം ചെയ്യാൻ. പക്ഷെ അങ്ങനൊരു എഫേർട്ട് നമ്മൾ എടുത്തതായിട്ട് തോന്നുന്നില്ല. ഈ മോദി റെജീമിൻ്റെ കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ പറ്റി ഒരു ആസ് എ ഡിപ്ലോമാറ്റ് സാറിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു ഫേസ്, വീക്ഷണം, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തു ഇരിക്കുന്ന മാറ്റത്തെ പറ്റി സാറിൻ്റെ അഭിപ്രായം? നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവ് ആൻഡ് അസർട്ടീവ് ആയിട്ടുണ്ടെന്നാണ്. പ്രസിഡന്റ് ട്രംപ് വിളിച്ച 4ാമത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. കൊല്ലാൻ വിളിക്കുകയാണോ വളർത്താൻ വിളിക്കുകയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ക്യാമ്പസ് പോളിറ്റിക്സ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ക്യാമ്പസ് പോളിറ്റിക്സിൽ എൻഗേജ് ചെയ്ത ആളാണ്. ഒരു വിധ്വംസക പ്രവർത്തനമാണെന്നൊക്കെ മനസ്സിലുണ്ടാകുമായിരിക്കും.
പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ UN റെപ്ലിക്കായി ചെയ്യുന്നത്. സെക്യൂരിറ്റി കൗൺസിലിനും ഒരു ആക്ച്വൽ ടോപ്പിക് എടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവരെന്നിട്ട് ഫോളോ ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻ ദ UN. ഒരു അമേരിക്കൻ ഡെലിഗേറ്റ് ആണെങ്കിൽ ഹി സ്പീക്സ് ലൈക്ക് ആൻ അമേരിക്കൻ ഡെലിഗേറ്റ്. ഒരു പ്ലേ ആക്ടിംഗ് ആണ്, പക്ഷെ ആ പ്ലേ ആക്ടിങ്ങിൽ ഒരുപാട് ലെസൺസ് അവർ പഠിക്കുന്ന കാണുന്നുണ്ട്. കാരണം നമുക്ക് ബ്രെയിൻ പവർ ലെഫ്റ്റ് ഈവൻ ആഫ്റ്റർ സം ഓഫ് ദീസ് പീപ്പിൾ. അപ്പോൾ അവർ പോയത് കൊണ്ടും പല ഗുണങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ചിന്ത വഴിയായാലും ഓരോ ദിവസവും എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തണമെന്ന് അഡ്വൈസ് ചെയ്യുന്ന അമേരിക്കയിൽ ഇരിക്കുന്ന മലയാളികളാണ്. ചിദംബരം പറയാറുണ്ടായിരുന്നു, എനിക്ക് ദിവസവും 10 ലെറ്റേഴ്സെങ്കിലും അമേരിക്കയിൽ നിന്ന് കിട്ടും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യണം.